ഓം വജദ്ഭുവേ നമ. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കേണ്ട സ്കന്ദഷഷ്ഠി വ്രതം ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ്. തുലാമാസത്തിലെ കറുത്തവാവിന് ശേഷം വരുന്ന 6ാമത്തെ ദിവസമാണ് സ്കന്ദഷഷ്ഠിയായി അനുഷ്ഠിക്കുന്നത്. 6 ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത്. ഉമാമഹേശ്വരപുത്രനായ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ അവതാര ലക്ഷ്യമായ ശൂരപത്മാസുരനെ നിഗ്രഹം ചെയ്തത് ഈ ഷഷ്ഠി ദിനത്തിലാണ്. ദേവസേനാപതിയായ സുബ്രഹ്മണ്യ സ്വാമി താരകാസുര നിഗ്രഹത്തിനു ശേഷം ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്തപ്പോൾ മായാവിയായ അസുരൻ സുബ്രഹ്മണ്യ സ്വാമിയെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി. ഭഗവാനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതി ദേവിയും തുടർച്ചയായി 6 ദിവസം വ്രതമനുഷ്ഠിക്കുകയും തന്മൂലം ശൂരപത്മാസുരൻ്റെ മായയെ അതിജീവിച്ച സുബ്രഹ്മണ്യ സ്വാമി ഈ ഷഷ്ഠി ദിനത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു. ശൂരപത്മാസുരനെ 2ആയി വിഭജിച്ച് ഒരു മയിലും പൂവൻകോഴിയുമാക്കി മാറ്റിയ ശേഷം മയിലിനെ തൻ്റെ വാഹനമാക്കുകയും പൂവൻകോഴിയെ ഭഗവാൻ തൻ്റെ കൊടിയിലെ ചിഹ്നമാക്കുകയും ചെയ്തു. അതിനാൽ ഈ ഷഷ്ഠി സ്കന്ദഷഷ്ഠി എന്നറിയപ്പെടുന്നു.